ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുട്ട പൊരിച്ചൊരു കറി ഉണ്ടാക്കാം. വളരെ രുചികരമായ ഒരു കറി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 4 മീഡിയം സൈസ് സവാള അരിഞ്ഞത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായി നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 2 സെക്കൻഡ് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 5 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കിയാൽ നന്നായി വഴണ്ടി വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ്, ഒരു 2 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും നമുക്ക് ചേർക്കാം. വീണ്ടും നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 സെക്കൻഡ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 2 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കാം. എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ്, ഒരു 3 ഉരുളൻകിഴങ്ങ് ചെറുതായി അരിഞ്ഞ് കട്ട് ചെയ്തതാണിത്. നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഞാനിവിടെ ചേർക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. തീ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 5 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഉപ്പ് ചേർത്ത് നന്നായി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ മുട്ടക്കൂട്ടിൽ നിന്നും കുറേശ്ശെ ഒഴിച്ചു കൊടുത്തൊന്ന് ചുട്ടെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞു വരുമ്പോൾ മറ്റേ ഭാഗം കൂടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെയെല്ലാം ഒന്ന് പൊരിച്ചെടുത്ത് നമുക്ക് ചെറിയ പീസുകളാക്കി എല്ലാം ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരവിയതും 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് കറിയെല്ലാം ഇവിടെ നന്നായി വെന്തു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കൊരു 2 സെക്കൻഡ് ഇതൊന്ന് പതയാൻ വെക്കാം. നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 2 സെക്കൻഡ് നേരം സ്റ്റൗവിൽ തന്നെ വെച്ച് ഒന്ന് പതയാൻ വെക്കാം. പതയുന്നതിനിടയിൽ തന്നെ നമ്മുടെ മുട്ടക്കൂട്ടുകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട പൊരിച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പതഞ്ഞ് വന്നാൽ നമുക്ക് ഈ മുട്ടക്കറി നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കി നമുക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിറക്കി താളിക്കാം. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കാം. കടായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് നമുക്ക് പൊട്ടിച്ചതിന് ശേഷം മുട്ടക്കൂട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ പൊരിച്ച മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ഇതൊന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പത്തിരിക്കൊപ്പവും വെള്ളപ്പത്തിനൊപ്പവും കഴിക്കാൻ വളരെ രുചിയുള്ള ഒന്നാണിത്. ഓക്കെ, ബൈ ബൈ.